ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി ഇളനീർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വാനില സ്പഞ്ച് കേക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വാനില സ്പഞ്ച് ആദ്യം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കേക്കാക്കിയിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം ഇതാണ് കേട്ടോ കേക്ക്. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കിലോൻ്റെ കേക്കിൻ്റെ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളതിൽ ഇളനീരൊക്കെ ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇളനീര് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് ടൂൾസ് ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ പാത്രം അടിയിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു പരന്ന പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ ഇതുപോലുള്ളൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ആ പ്ലേറ്റിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ സാധാരണ റെഡിയാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറിച്ച് കൂടുതലായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിനി നമ്മുടെ ഇളനീർ കേക്ക് ആക്കിയിട്ട് ഈ ഒരു കേക്കിനെ മാറ്റുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരുണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഇളനീരിൻ്റെ പീസസും അതുപോലെ തന്നെ ഗ്രേറ്റഡ് ചോക്ലേറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കേക്ക് മുഴുവനായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറീസും അതുപോലെ തന്നെ ഇളനീരിൻ്റെ ചെറിയ പീസസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഏത് ചെയ്യാൻ അറിയാത്തവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പീസസ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചെറീസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറീസ് കൂടി വെച്ച് കൊടുക്കുകയാണ്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടോ. അപ്പം ചെറീസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നെടുകെ ഒന്ന് മുറിച്ചതിന് ശേഷം അങ്ങനെ ആഫാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ് ഭാഗങ്ങളിലും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് സാധാരണ ഒരു സ്പഞ്ച് കേക്ക് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ആ ഒരു ഇളനീരിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. കാരണം ഇളനീർ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നില്ലേ, അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രേറ്റഡ് ചോക്ലേറ്റ് കൂടി വരുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്